നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഇതേപോലെ ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചുകൊണ്ടാവും. എന്നാൽ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചില ആളുകൾ പല്ല് തേക്കാൻ വേണ്ടി മനുഷ്യമൂത്രം ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ മൂത്രത്തിന് നികുതി ഏർപ്പെടുത്തിയിരുന്ന ഒരു രാജാവ് കൂടി അവർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ? ഇത് വെറും ഒരു തമാശയാണെന്ന് വിചാരിക്കേണ്ട, സംഭവം സത്യമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആ കഥയാണ്. ഏതാണ്ട് 7000 വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഈജിപ്തുകാരാണ് പല്ല് തേക്കൽ രീതികൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അന്നവർ പല്ല് വൃത്തിയാക്കിയിരുന്നത് കരിഞ്ഞ മുട്ടത്തോടോ പ്യൂമിസ് കല്ലുകളോ അതുമല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥിയോ ഒക്കെ പൊടിച്ചെടുത്ത പൊടികൾ കൊണ്ടായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ വിചിത്രമായതും കേട്ടാൽ ഒരല്പം അറപ്പ് തോന്നുന്നതുമായ പല്ല് തേപ്പ് രീതികൾ ഉണ്ടായിരുന്നത് 1-ാം നൂറ്റാണ്ടിലെ റോമാക്കാർക്കായിരുന്നു. അന്ന് റോമാക്കാർക്ക് വെളുത്ത പല്ലുകൾ അവരുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണമായിരുന്നു. അതിനായി അവരിൽ ചിലർ ചെയ്തിരുന്നത് മനുഷ്യമൂത്രം കൊണ്ട് പല്ല് വൃത്തിയാക്കുക എന്നതാണ്. അക്കാലത്ത് പല്ല് വൃത്തിയാക്കാനും തുണികളിലെ കറ കളയാനും മുടി മിനുസപ്പെടുത്താനുമൊക്കെ ഈ മനുഷ്യമൂത്രത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന അവർ തെരുവുകളിൽ വലിയ മൺഭരണികൾ സ്ഥാപിക്കുകയും വഴിയാത്രക്കാരുടെ മൂത്രം ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തേതുപോലെ തന്നെ അന്നും സമ്പന്നർക്ക് പ്രിയം ഇമ്പോർട്ട് ചെയ്ത വസ്തുക്കളോടായിരുന്നു. അതിനാൽ അവർ വീര്യം കൂടുതലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സെൽറ്റിബീരിയക്കാരുടെ, അതായത് ഇന്നത്തെ സ്പെയിൻ, പോർച്ചുഗൽ പ്രദേശങ്ങളിലെ ആളുകളുടെ മൂത്രം ഇറക്കുമതി ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. മനുഷ്യ വിസർജ്യം കൊണ്ടുള്ള ഇത്തരം വൃത്തിയാക്കലുകൾക്ക് പിന്നിൽ ഒരുപക്ഷെ പഴകിയ മൂത്രത്തിലെ യൂറിയ വിഘടിച്ച് അമോണിയ ആയി മാറിയതും അത് ഒരു ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിച്ചതുമാകാൻ കാരണം. പുരാതന റോമൻ സാഹിത്യങ്ങളിലും വൈദ്യപരമായ കുറിപ്പുകളിലും ഇത്തരം രീതികളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ കച്ചവടം തകൃതിയായതോടെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന വെസ്പേഷ്യൻ ഇതിനൊരു നികുതി കൂടി ഏർപ്പെടുത്തി, വെറ്റികൾ യുറീനെ അഥവാ യൂറിൻ ടാക്സ്. എന്നാൽ ഇത്തരം ഹീനമായ രീതികളിലൂടെ പണം സമ്പാദിക്കുന്നത് ചക്രവർത്തിയുടെ മകനായ ടൈറ്റസിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ അതിനെ ചോദ്യം ചെയ്ത ടൈറ്റസിന്റെ മൂക്കിന് നേരെ നികുതിപ്പണം പിരിച്ചു കിട്ടിയ കാശിൽ നിന്നും ഒരു നാണയം എടുത്തു നീട്ടിയിട്ട് ചക്രവർത്തി വെസ്പേഷ്യൻ ചോദിച്ചു, ഇതിന് എന്തെങ്കിലും നാറ്റമുണ്ടോ എന്ന്. ഇല്ല എന്ന് മകൻ തലയാട്ടി. അപ്പോഴാണ് വെസ്പേഷ്യൻ വിശ്വവിഖ്യാതമായ ആ ഡയലോഗ് പറയുന്നത്, പെക്കൂനിയ നോൺ ഓലെറ്റ്, അതായത് പണത്തിന് നാറ്റമില്ല, മണി ഡസ് നോട്ട് സ്റ്റിങ്ക്. ആ കാലമൊക്കെ കഴിഞ്ഞ് ശാസ്ത്രമൊക്കെ പുരോഗമിച്ച് 1800കളോടെയാണ് മോഡേൺ ടൂത്ത് പേസ്റ്റുകൾ രംഗത്തെത്തുന്നത്. 1937 അത് നമ്മുടെ ഇന്ത്യയിലേക്കും എത്തി. അന്ന് വരെ ഉമിക്കരിയും മാവിലയും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പല്ല് തേച്ചിരുന്ന നമ്മളോട് അത് പല്ലിന് നല്ലതല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച ടൂത്ത് പേസ്റ്റ് കമ്പനികൾ ഇന്നിപ്പോൾ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ ചാർക്കോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പഴയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെ തിരിച്ചു കൊണ്ടുവന്നാലും റോമാക്കാരുടെ പഴയ മൗത്ത് വാഷ് ടെക്നോളജി തിരിച്ചു കൊണ്ടുവരാതിരുന്നാൽ നല്ലത്.